ആദ്യം നമുക്ക് 6 യൂണിറ്റുകളായിട്ടാണ് നമുക്ക് തരംതിരിച്ചിരിക്കുന്നത്. മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് തിയറി, പിന്നെ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, economic development and environmental economics, and finally money and banking, public finance and international trade. മൈക്രോ ഇക്കണോമിക്സ് കൊണ്ട് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും മൈക്രോ ഇക്കണോമിക്സിൽ നിന്നാണ്. തലത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇന്ത്യൻ ഇക്കോണമി ആ ഒരു തലത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നിങ്ങനെ നിങ്ങൾ ക്ലബ്ബ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദേവദത്തൻ. സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ സിലബസിനെ പറ്റിയും അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളുടെ ആ ഒരു ട്രെൻഡിനെ പറ്റിയും ഒക്കെ തന്നെ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയായിരിക്കണം നിങ്ങൾ ഇനിയുള്ള സമയം നിങ്ങളുടെ പ്രിപ്പറേഷൻ സെറ്റിൻ്റെ എക്കണോമിക്സ് സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഇൻസൈറ്റ് തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരുടെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈലുണ്ട്, ഒരു ഇൻഡിവിജ്വൽ രീതിയുണ്ട് ഓരോ കാര്യങ്ങൾക്കും പ്രിപ്പയർ ചെയ്യുന്നതിന്. ആൻഡ് ഞാനിവിടെ എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയല്ല വന്നത്. പക്ഷേ നിങ്ങൾ സംശയിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ഡൗട്ടുള്ള ഒരാളാണെങ്കിൽ അതിവിടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ, ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളെ എടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏറ്റവും ആദ്യം അതിവിടുത്തെ സിലബസ്, ആ ഒരു എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോ യുവർ സിലബസ്. എന്താണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ആ ഒരു സബ്ജക്റ്റിനകത്ത് ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചില ഏരിയാസ് നമുക്ക് ആ ടോപ്പിക്കിൻ്റെ ആ ഒരു ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഈ ഒരു ഏരിയ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്, അപ്പോൾ എൻ്റെ ഫോക്കസ് കൂടുതൽ പോകേണ്ടത് കുറച്ച് ഡിസ്കംഫർട്ടുള്ള ഏരിയ ഏതാണോ, നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഏതാണോ അവയെ നമ്മൾ ആ ഒരു സിലബസിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി എൻ്റെ ഫോക്കസ് കൊടുക്കണം, ഞാൻ ആ ഒരു ഏരിയ ആദ്യം മുതൽ തന്നെ ഒന്ന് ബേസിക്സ് മുതൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലൊരു കാൽക്കുലേഷൻസ് നടത്താനായിട്ട് ഈ സിലബസ് വായന നമ്മളെ വളരെയധികം സഹായിക്കും. ആൻഡ് സിലബസ് സെറ്റ് എക്സാമിൻ്റെ എക്കണോമിക്സിൻ്റെ സിലബസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. ആൻഡ് ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ റഫായിട്ടുള്ള ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് 6 യൂണിറ്റുകളായിട്ടാണ് നമുക്ക് തരംതിരിച്ചിരിക്കുന്നത്. മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് തിയറി, പിന്നെ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, economic development and environmental economics, and finally money and banking, public finance and international trade. സോ ഇങ്ങനെ 6 യൂണിറ്റുകളായിട്ടാണ് നമ്മുടെ സിലബസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് തന്നെ പല യൂണിറ്റ്, 4 യൂണിറ്റ് മോഡ്യൂളുകളായിട്ടും 5 മോഡ്യൂളുകളായിട്ടും പല യൂണിറ്റുകളെയും പിന്നീടും തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുമാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് സിലബസ് മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 മാസം, അതായത് അടുത്ത എക്സാം ജൂലൈയിൽ നടക്കാൻ പോകും എന്നാണ് പറയപ്പെടുന്നത്. സോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കൃത്യം 3 മാസമുണ്ട്. ഈ 3 മാസം സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു 6 യൂണിറ്റുകളും പഠിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെ വേണം പഠിക്കാൻ. ഇങ്ങനത്തെ ഇതേ രീതിയിൽ തന്നെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഒരു മോഡലിനെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ അതിനനുസരിച്ച് നിങ്ങളൊന്ന് തയ്യാറാകുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഷുവർ ആയിട്ടും ജൂലൈയിലെ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ 2 യൂണിറ്റ്സ് എ മന്ത്, ഒരു മാസം 2 യൂണിറ്റുകൾ പഠിക്കുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ യൂണിറ്റ് എന്നുള്ളതും കൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്. പല യൂണിറ്റുകളുടെയും പല ടോപ്പിക്കുകൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ മൈക്രോ എക്കണോമിക്സിനകത്തെ പല ടോപ്പിക്കുകളും, അതിനകത്ത് നമുക്ക് വരുന്ന കൺസ്യൂമർ സർപ്ലസ്, അതേപോലെ തന്നെ യൂട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത്, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി, ഇവയൊക്കെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവിനകത്ത് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിനകത്ത് ബേസിക് ആയിട്ടുള്ള ISLM ഫ്രെയിംവർക്കും ഒക്കെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനകത്ത് പറയുന്ന പല ഡെവലപ്മെൻറ്റ് ഇൻഡിസസുകളും, അതിലെ ഡെവലപ്മെൻറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന പല മെഷറുകളും ഒക്കെ തന്നെ
ഇന്ത്യൻ ഇക്കോണമിയുടെയും കേരള ഇക്കോണമിയുടെയും ഡെവലപ്മെൻറ്റ് സിനാരിയോ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ റീസെൻ്റ് സിനാരിയോ എടുത്തുകൊണ്ട് ആ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല ടോപ്പിക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണെന്നുള്ളത്, സിലബസിനകത്ത് പല ടോപ്പിക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആദ്യത്തെ മാസം അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സും ക്വാണ്ടിറ്റേറ്റീവും ഫസ്റ്റ് മോഡ്യൂളും ഫസ്റ്റ് യൂണിറ്റും തേർഡ് യൂണിറ്റും കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ മൈക്രോ എക്കണോമിക്സ് കൊണ്ട് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ്. സോ മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ മൈക്രോ എക്കണോമിക്സിലെ പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ഡിമാൻഡ് തിയറിയിലെ പല കോൺസെപ്റ്റുകളും, യൂട്ടിലിറ്റി തിയറിയിലെ പല കോൺസെപ്റ്റുകളും, പ്രൊഡ്യൂസർ സർപ്ലസ്, കൺസ്യൂമർ സർപ്ലസ്, അതേപോലെ തന്നെ ഓരോ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന പല പ്രോബ്ലംസും, അതായത് പല ന്യൂമറിക്കൽസും നമ്മൾക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിനകത്ത് ആ ന്യൂമറിക്കൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലെ ഒരു മോഡ്യൂൾ, ആ ഒരു പെർട്ടിക്കുലർ മോഡ്യൂൾ പഠിക്കുന്നു, അതിനകത്ത് ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനകത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലബ്ബ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ക്ലബ്ബ് ചെയ്ത് പഠിക്കുമ്പോൾ അവ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങളുടെ ആ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ ഫസ്റ്റ് മന്ത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവും കൂടി ക്ലബ്ബ് ചെയ്ത് പഠിക്കാനായിട്ട്, അതായത് ഫസ്റ്റ് മന്തിൽ നിങ്ങൾ അവ രണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് കടക്കണം. മാക്രോ എക്കണോമിക്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മാക്രോ എക്കണോമിക്സിനകത്ത് പല കോൺസെപ്റ്റുകൾ, ഇപ്പോൾ നമുക്ക് മോണിറ്ററി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ നമുക്ക് മണി ആൻഡ് ബാങ്കിങ്ങിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ISLM മോഡൽ പോലെയുള്ള പല കോൺസെപ്റ്റുകളും ഒക്കെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രെയിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇൻ്റർനാഷണൽ ട്രെയിനകത്ത് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള പല കോൺസെപ്റ്റുകളെയും ഡീൽ ചെയ്യുന്നുണ്ട്. സോ മാക്രോ എക്കണോമിക്സിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത് മണി ആൻഡ് ബാങ്കിങ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. സോ ഈ രണ്ട് യൂണിറ്റുകളും നിങ്ങൾ സെക്കൻഡ് മന്തിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഫൈനലി നമുക്ക് ബാക്കിയുള്ളത് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസസ് ആണ്. കേരള ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ്. ഈ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു മോഡ്യൂളും ആ ഒരു യൂണിറ്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നിങ്ങൾ ആദ്യം തുടങ്ങുക. ആൻഡ് അതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും, അതായത് ഗ്രോത്ത് ഇൻഡിസസ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മെഷേഴ്സും ഒക്കെ തന്നെയുണ്ട്. അവയെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെയും കേരള ഇക്കോണമിയുടെയും ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ കേരളം ആ ഒരു തലത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇന്ത്യൻ ഇക്കോണമി ആ ഒരു തലത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നിങ്ങനെ നിങ്ങൾ ക്ലബ്ബ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരൊറ്റ ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് വളരെ ബ്ലാൻഡ് ആയിട്ട് തോന്നും, നിങ്ങൾക്ക് അത് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നിങ്ങൾ കുറേ കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് ഒരുമിച്ച് അവ രണ്ടിനെയും ഒരേപോലെ പാരലലി കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊന്നിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതേസമയം അവ തമ്മിൽ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പഠിച്ചതിൻ്റെ ആ ഒരു കണക്ഷൻ വിട്ടുപോകുന്നില്ല. അങ്ങനെ നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ, ഇനി വരാൻ പോകുന്ന 3 മാസത്തെ നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് എൻറ്റയർ സിലബസും കവർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല എക്സാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. എക്സാം ക്ലിയർ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചാർട്ട് ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ ടോപ്പിക്കുകളും എല്ലാം പഠിച്ചാൽ മാത്രം പോരാ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ മോഡ്യൂളിൽ നിന്നും എത്ര ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇവ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു. എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ഏരിയയിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ഈ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി അവസാനത്തെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്ര ചോദ്യപേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾസോ പല സ്റ്റേറ്റുകളുടെയും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. അവയും നിങ്ങൾക്ക് സിലബസിൽ വലിയ വ്യത്യാസങ്ങൾ, അതായത് പല എക്സാമിനും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസുകളാണ് കണ്ടുവരുന്നത്. എന്നാൽ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ സ്പീഡും നിങ്ങൾക്ക് കയ്യിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്സാമിൽ സമയം എന്നുള്ളതാണ് നമ്മളുടെ അറിവിനെക്കാട്ടിലും
നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഏറ്റവും വലിയ ഫാക്ടർ ഒരു എക്സാമിൽ എപ്പോഴും ടൈം തന്നെയാണ്. ടൈം നമ്മൾക്ക് ഇല്ല, നമുക്ക് ഉത്തരങ്ങളെല്ലാം അറിയാം, പക്ഷെ നമുക്ക് ടൈം ഇല്ല എങ്കിൽ, നമ്മൾ കൂടുതൽ ചിന്തിച്ച് നമ്മൾ സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുവെങ്കിൽ നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സോ ഒരു എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ടൈം എന്നുള്ളതാണ്, നമ്മൾക്കുള്ള അറിവിനേക്കാട്ടിലും ടൈം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതുകൊണ്ട് തന്നെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ, നമ്മൾ കൂടുതൽ സ്പീഡിൽ നമ്മൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനും എക്സാം ആൻസർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും നമ്മളെ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ സിലബസിനകത്തെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പാടുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ഫോക്കസ് എഫേർട്ട് അതിലേക്ക് ഇടുക ഒക്കെ തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ റീഡിങ് വളരെ ആവശ്യമാണ്. സോ റെഫർ എക്കണോമിക് സർവേ, എക്കണോമിക് റിവ്യൂസ്, അതുപോലെയുള്ള പലതരത്തിലുള്ള ഡോക്യുമെൻ്റ്, ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവയിൽ നിന്നും പലതരത്തിലുള്ള ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ എല്ലാ വർഷവും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 2011 സെൻസസ് റിപ്പോർട്ട്, സെൻസസിൻ്റെ റിപ്പോർട്ട് ഇല്ലെങ്കിലും അതിനകത്തെ ഡാറ്റകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ ഒക്കെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ആ ഒരു എക്സ്റ്റേണൽ റീഡിങ്ങും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ വളരെയധികം സഹായകരമായിരിക്കും. സോ ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് ഒറ്റയടിക്ക് എല്ലാം നമുക്ക് നമ്മുടെ വരുതിയിലാക്കാനും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. 1 by 1 ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ടോപ്പിക്കിനെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ അത് നിങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ അതിനനുസരിച്ച് ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുക. പിന്നീട് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് ശ്രമിക്കുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ ജൂലൈയിലെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ്, 90 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്രാഷ് കോഴ്സിൽ എക്കണോമിക്സിന് പുറമേ നമ്മൾ നൽകുന്നത് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കോമേഴ്സ്, സുവോളജി, ഹിന്ദി, അതേപോലെ ജനറൽ പേപ്പറിൻ്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ജൂലൈയിലെ എക്സാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ, നിങ്ങൾക്ക് സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഇത് ഗുണകരമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് വീഡിയോകൾ, ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.